പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് കിരൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് കിടന്നിട്ട് നൈനനെ തന്നെ നോക്കി കിടക്കുകയാണ് കേട്ടോ. എന്നിട്ട് നൈനയുടെ മുഖത്തിന് നേരെ ഇങ്ങനെ കൈ കൊണ്ടുപോകുന്നുണ്ട് നൈനനെ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടത് വേണ്ടാന്ന് വയ്ക്കുകയാണ് കേട്ടോ. അവൾ ഉണർന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. പിന്നീട് ആദർശ് മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഇവളും കല്യാണിനെ പോലെ പാവം തന്നെയാണ് എന്നിങ്ങനെ ഓർക്കുകയാണ്. എന്നിട്ട് നൈനനെ സൂക്ഷിച്ച് നോക്കി കിടക്കുന്ന സമയത്ത് നൈന പെട്ടെന്ന് ഉണരുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പെട്ടെന്ന് ഇങ്ങനെ നോക്കി കിടക്കുന്നത് കാണുമ്പോൾ എന്തീ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് കിടന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴാണെന്ന് അറിയില്ല, ഉറക്കത്തിൽ സംഭവിച്ചാണെന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ നീ എൻ്റെ ഭാര്യയല്ലേ, നിൻ്റെ അടുത്ത് ചേർന്ന് കിടന്നെന്ന് വെച്ചിട്ട് ഇപ്പോൾ എന്ത് സംഭവിക്കാനാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചിന്തയ്ക്ക് വന്ന് തുടങ്ങിയെന്ന് ചിരിച്ചുകൊണ്ട് നൈന ആദർശിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് രണ്ടുപേരും അങ്ങ് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നൈന പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അടുത്ത് വന്ന് കിടന്നോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് കിടക്കുന്നൊന്നുമില്ല. അപ്പോൾ നൈന മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ട് എന്താ അടുത്ത് വന്ന് കിടക്കാത്തേ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് ചോദിക്കും, നീ എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിക്കും. ഒന്നുമില്ല, ഞാൻ എന്ത് ആലോചിച്ചാലും അതൊക്കെ നടക്കണേന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറയട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശം മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, എന്നോട് ഇങ്ങനെ അടുത്ത് വന്ന് കിടക്കാൻ പറയാതെ അവൾക്ക് എൻ്റെ അടുത്ത് വന്ന് കിടന്നൂടെ എന്നിങ്ങനെ ചിന്തിക്കാനുണ്ട് മനസ്സിൽ. അപ്പോൾ ആ സമയത്ത് നൈനയും ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ എന്താ ഇപ്പോൾ ആലോചിച്ചതെന്ന്. അപ്പോൾ ആദർശ് ആ മറുപടി തന്നെ പറയും കേട്ടോ, ഞാൻ എന്താ ആലോചിച്ചാലും അതൊക്കെ നടക്കണേന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറയും. പിന്നീട് നൈന പറയുന്നുണ്ടായിരുന്നു, നല്ലൊരു ഉറക്കമായിരുന്നു, എപ്പോഴാണ് ഉറങ്ങിയെന്നറിയാം, ആ ഉറക്കം കളഞ്ഞു എന്ന് അറിയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഉറങ്ങിക്കോ, ഞാൻ നിന്നെ ശല്യം ചെയ്യാനൊന്നും വരുന്നില്ല എന്ന് പറയും. പിന്നീട് നവ്യാണെങ്കിലും അബിയുടെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് കിടക്കുകയാണ് കേട്ടോ. അബിക്കൊരു സ്നേഹമില്ല എന്നോട്, ഈ സമയത്ത് എന്നോട് സ്നേഹം കാണിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് ഒരു തരി പോലും സ്നേഹമില്ലല്ലോ, ഇവനെ വിശ്വസിച്ചാണല്ലോ ഞാൻ ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒരു ചിന്തയാണ് കേട്ടോ. അതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് കരയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നവ്യാണെങ്കിലും. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ നയന ഇങ്ങനെ ഉറക്കം എണീക്കുന്ന സമയത്ത് ആദർശിൻ്റെ കൈ നയനയുടെ മേലായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നയന ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഭർത്താവിൻ്റെ സംരക്ഷണയിൽ ഇങ്ങനെ കിടക്കുന്നത് ഒരു ആശ്വാസം തന്നെയാണ്. പക്ഷേ നേരം ഒരുപാട് വൈകി, ഇനിയിപ്പോൾ എണീറ്റില്ലെങ്കിൽ അടുക്കളയിൽ കയറിയിട്ടില്ലെങ്കിൽ പ്രശ്നമാവുമല്ലോ എന്നോർത്ത് ഇങ്ങനെ നയന ആദർശിൻ്റെ കൈ ഇങ്ങനെ പിടിക്കാനുണ്ട്. അപ്പോൾ നയന കയ്യിൽ പിടിക്കുമ്പോഴേക്കും ആദർശ് പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നയന ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ഈ കാണിക്കുന്നത്, എന്നോട് ചോദിക്കാതെ എൻ്റെ അനുവാദമില്ലാതെ എന്തിനാ എൻ്റെ ദേഹത്ത് തൊട്ടത്, ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ മുത്തശ്ശൻ പറഞ്ഞിട്ടാണോ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും മുത്തശ്ശൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും കേട്ടോ ആ സമയത്ത് ആദർശ്. അപ്പോൾ എല്ലാം മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്നാണല്ലോ പറയുന്നത്, അപ്പോൾ ഇതും മുത്തശ്ശൻ പറഞ്ഞിട്ടാണോ എന്നൊന്നും അറിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്ന സമയത്ത്, നീ വെറുതെ അവസരം മുതലാക്കരുത്, ഇതും മുത്തശ്ശനോട് പറയുകയൊന്നും വേണ്ട എന്നുള്ളതിൽ അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ ആ സമയത്ത്. അപ്പോൾ നയനയ്ക്കാണെങ്കിലും ആകെ ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു ആദർശ് അങ്ങനെ പേടിച്ചിങ്ങനെ പറയുന്ന സമയത്ത് കേട്ടോ. പിന്നീട് നയന പറയും, എന്നും അകലം പാലിച്ചാണല്ലോ കിടക്കൽ, ഇന്നിപ്പോൾ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴാണ് ഉറക്കത്തിൽ അറിയാതെ സംഭവിച്ചു പോയതാന്ന് ആദർശ് പറയും. പിന്നീട് ആദർശ് നയനയോട് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ വൈകിയല്ലേ കിടന്നത്, നീ കുറച്ച് സമയം കൂടെ വേണമെങ്കിൽ കിടന്നോ എന്ന് പറയും. ഇനിയിപ്പോൾ എണീറ്റ് അടുക്കളയിൽ കയറിയിട്ടില്ലെങ്കിലേ എൻ്റെ അമ്മായിയമ്മ എന്നെ വഴക്ക് പറയുമെന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു, വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല, നീ അത് കേട്ടോണ്ട് നിന്നാൽ മതി, മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയും. എപ്പോഴും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നതെന്ന് നയനയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോയി കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നയന പോകുന്നുണ്ട്. എന്താ ചായ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കട്ടോ. അപ്പോൾ നീ കുടിച്ചിട്ട് ചായ ഇട്ട് തന്നാൽ മതി എന്ന് പറയും. പിന്നീട് ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ കുടിച്ച് ചായയൊക്കെ ഇട്ട് തന്നിട്ട് തലയിൽ എണ്ണ തേച്ച് മസാജ് ചെയ്ത് തരാം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുക്കളയിൽ ജോലിയൊക്കെ അമ്മേനോട് ചെയ്യാൻ പറയാമെന്ന് പറയും. അപ്പോൾ അത് ബുദ്ധിമുട്ടാവില്ല എന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു. ബുദ്ധിമുട്ടാവും, എന്നാലും കുഴപ്പമില്ല, അസുഖക്കാരനല്ലേ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ നല്ല ഹെൽത്തി ആണെന്ന് പറയും കേട്ടോ. അല്ല ശ്വാസം മുട്ടലൊക്കെ ഉണ്ടല്ലോ ഇപ്പം, എന്തായാലും അങ്ങനെ പിന്നീട് കൂർക്കം വലിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് എന്തായാലും ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്ത് ആദർശ് നയന തല വെച്ച് കിടന്നിട്ടുണ്ടായിരുന്നു ആ പില്ലോ എടുത്തിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നയന നോക്കുന്ന സമയത്ത് ആദർശ് പെട്ടെന്ന് തന്നെ അതെടുത്ത് അതിൽ പൊടി തട്ടിക്കളയുന്ന പോലെയൊക്കെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നയന അത് നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവും. അപ്പോൾ വീണ്ടും ആദർശ് ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു, ഈ പ്രണയത്തിന് ഒരു സുഖമുണ്ട്, കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യനെ ആദ്യമായിട്ട് പ്രണയിക്കുന്ന ആൾ ഞാനായിരിക്കും, ഇതിങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുകയാണ്. പിന്നീട് നയന കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നയനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് കറങ്ങിക്കൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് കനക കാണുന്നുണ്ടായിരുന്നു, എന്താ മോളെ ഈ കാണിക്കുന്നത്, നല്ല സന്തോഷത്തിലാണല്ലോ, ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇന്നലെ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നത് ഒരുപാട് വൈകിയാണെന്ന് മോളുടെ അമ്മായിമ്മ പറഞ്ഞല്ലോ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മോളുടെ ഭർത്താവിന് ഒരുപാട് മാറ്റം ഉണ്ടല്ലോ, എവിടേക്ക് പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭാര്യയും ഭർത്താവും ആകുമ്പോൾ
പല സ്ഥലങ്ങളിലും പോവും. അതൊക്കെ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുമ്പോഴാണ് കേട്ടോ കനക പറയുന്നത്. അപ്പോൾ മോളുടെ ഭർത്താവിന് നല്ല മാറ്റം ഉണ്ടല്ലേ എന്നൊക്കെ. പിന്നീട് നവ്യം വരുന്നുണ്ടായിരുന്നു. നവ്യ പറയും, ഇന്നലെ നിങ്ങൾ പുറത്തു പോയി എന്ന് അമ്മ പറഞ്ഞു എന്ന് പറയും കേട്ടോ. പിന്നീട് ഇങ്ങനെ ദേവയാനി കുറച്ച് അസൂയയോടെയാണ് കാര്യം പറഞ്ഞതെന്നൊക്കെ പറയുന്ന സമയത്തും എന്തായാലും ആദർശിന് നല്ല മാറ്റം ഉണ്ട് എന്നുള്ളതിലൊക്കെ സംസാരിക്കുകയാണ്. പിന്നീട് അതുപോലെ തന്നെ നയനേനെ വീട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നല്ലോ, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നയന അങ്ങനെ പറയുമ്പോൾ നവ്യ ഭയങ്കര സങ്കടത്തോടുകൂടി പറയുന്നുണ്ടായിരുന്നു, നിന്റെ ശനിയൊക്കെ മാറിയപ്പോൾ എനിക്കും എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ശനി ബാധിച്ചു എന്നാണ് തോന്നുന്നത്. അല്ലാതെ ഈ സമയത്ത് ഭാര്യമാരെ ഇങ്ങനെ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ, പക്ഷേ എന്നോട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പോലും എൻ്റെ ഭർത്താവ് ചോദിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിലും പിന്നീട് അഭിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നവ്യയ്ക്കാണെങ്കിൽ നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അഭിയാണോ എന്നുള്ളൊരു സംശയം കൂടെ ഉണ്ട് എന്നുള്ളവരൊക്കെ പറയുമ്പോൾ അഭി അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നൈനയ്ക്കും ഒക്കെ സങ്കടമാവുന്നുണ്ട്. അതുപോലെ തന്നെ അഭിയുടെ ഇങ്ങനെ മോശം സ്വഭാവത്തിനെ കുറിച്ചും ഒക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് എന്തായാലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അഭി ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തന്ത്രശാലി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ആദർശേട്ടൻ്റെ കൂടെ ചേച്ചിക്ക് ഭാര്യയായിട്ട് കഴിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, അതങ്ങനെയല്ല മോളെ, എന്തായാലും നവിക്ക് അതിനുള്ള യോഗം ഉണ്ടായിരുന്നില്ല, അന്നും അവളുടെ മനസ്സും അത്ര നല്ല മനസ്സൊന്നല്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നവിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട് അത് കേൾക്കുമ്പോൾ. പിന്നീട് നൈനിയാണെങ്കിലും നവ്യനോട് പറയുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അഭിനെ മാറ്റിയെടുക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നവ്യ പറയും, അങ്ങനെ മാറ്റിയെടുക്കണമെങ്കിൽ അവൻ്റെ അമ്മേനെ ആദ്യം കൊല്ലണം എന്ന് പറയുന്ന സമയത്ത് കനക പറയുന്നുണ്ടായിരുന്നു, ഒന്ന് പതുക്കെ പറ മോളെ എന്ന് പറയും കേട്ടോ. അപ്പോൾ നൈന് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി ആ പറഞ്ഞാലും കാര്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് എന്തായാലും നവ്യ പറയുകയാണ് നൈനിൻ്റെ അടുത്ത് വന്നിട്ട്, എന്തായാലും നിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. എൻ്റെ കാര്യം ഓർത്താരും വിഷമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് കനകയാണെങ്കിലും മോൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മോള് അവിടെ വീട്ടിൽ വന്ന് നിന്നോ അമ്മയുടെ കൂടെ, അപ്പോൾ ചിലപ്പോൾ അങ്ങനെ അഭിക്ക് മാറ്റം തോന്നിയിട്ട് മോളെ വിളിച്ചു കൊണ്ടുവന്നാലോ എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, അതൊരിക്കലും ഉണ്ടാവില്ല, ഞാൻ പോയി എന്ന് വെച്ചിട്ട് അവൻ്റെ അമ്മയ്ക്കും അവനും അങ്ങനെ സന്തോഷമാവുകയുള്ളൂ, ഞാൻ അമ്മയുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു ദിവസം വിളിക്കുക പോലും ചെയ്യില്ല, അവൻ അങ്ങോട്ട് വരില്ല വിളിക്കാൻ, അവർക്ക് ഞാൻ ഒഴിഞ്ഞു പോയതിൽ സന്തോഷമാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നൈനി അത് പറയാം കേട്ടോ. ആദർശേട്ടൻ്റെ മനസ്സിൽ നന്മയുണ്ട്, പക്ഷേ അതുപോലെയല്ല അഭി, അത് ചേച്ചി പറഞ്ഞത് കാര്യമാണെന്ന് പറയും. എന്തായാലും നവ്യാണെങ്കിലും നൈനിനോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നൈനിയാണെങ്കിലും അബീനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ആ നിർമ്മൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അബിയുടെ ആണെന്നുള്ളൊരു സംശയമൊക്കെ അബി പറയുന്നതെന്നൊക്കെ ഇങ്ങനെ നവ്യ നേരത്തെ നൈനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു, നേരത്തെ ചേച്ചീനെ അതുപോലെ തന്നെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയല്ലോ, അപ്പോൾ ചിലപ്പോൾ അവൻ തന്നെയായിരിക്കും ആ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുള്ളത്, അതും എനിക്ക് നല്ല സംശയമുണ്ട്, ഇതിൻ്റെ പിന്നിൽ എന്തായാലും അബി തന്നെയായിരിക്കും എന്നുള്ളതൊക്കെ ഇങ്ങനെ കനകയോട് സംശയം പറയാണ് കേട്ടോ. എന്തായാലും ഉടനെ തന്നെ നിർമ്മലിനെ പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അനിയുടെ അടുത്തേക്കാണ് നൈന നേരെ ചെല്ലുന്നത്. ചായയും കൊണ്ട് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് ഞാൻ രാവിലെ നന്ദുവിനെ വിളിച്ചിരുന്നു. അപ്പോൾ അവളോട് ഇങ്ങനെ അനിയനോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞപ്പോൾ അവൾക്കും നല്ല സമാധാനമായി എന്നൊക്കെ പറയാണ്. നന്ദു ഇത് എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവളുടെ കരണത്തടിച്ചു എന്നുള്ള രീതിയിലൊക്കെ അനിയനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അനി പറയുന്നുണ്ടായിരുന്നു, അവൾക്കത് നേരത്തെ തന്നെ എന്നോട് പറയായിരുന്നു, അപ്പോൾ ഞാൻ അവളോട് ഇഷ്ടം പറഞ്ഞ സമയത്തും അവളിങ്ങനെ എസ് പറയുന്ന പോലെയാണ്, ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ് അനിയനോട് പറയുന്നത്, അവൾക്കും പെട്ടെന്ന് ഷോക്കായി പോയി, അനിയുടെ അടുത്ത് നിന്ന് അവളിങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും രാത്രി ഞാൻ ഏട്ടത്തിയുടെ വീട്ടിൽ ചെന്നിട്ട് നന്ദുവിനോട് ഇഷ്ടം പറഞ്ഞതാണ് എന്നൊക്കെ പറയുമ്പോൾ നൈനയ്ക്കൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ, ഇനി നന്ദു എങ്ങാനും ഇഷ്ടം തുറന്നു പറഞ്ഞോ എന്നുള്ളത്. എന്നിട്ട് നന്ദു അനീനോട് ഇഷ്ടം തുറന്നു പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല, അവൾ എസ് പറയുന്ന പോലെയാണ് അവളുടെ പെരുമാറ്റം എല്ലാം ഉണ്ടായിരുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് ഷോക്കായതുകൊണ്ടാണ്, അപ്പോൾ അവൾക്ക് ഇങ്ങനെ സഹിക്കാൻ പറ്റാതെ ആയപ്പോഴാണ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഇത് നേരത്തെ തന്നെ എന്നോട് പറയായിരുന്നു, ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോൾ അതൊന്നും മനസ്സിൽ വയ്ക്കേണ്ട, എനിക്ക് വേണ്ടി ഒരു വീട്ടുകാർ നല്ലൊരു പെൺകുട്ടീനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് അവളും അതിൻ്റെ ഇടയിൽ കുറേ ഇതൊക്കെ അനുഭവിച്ചു, ഇനി അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊന്നും മനസ്സിൽ വയ്ക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ എന്നൊക്കെ. ഏട്ടത്തിനോട് ഞാൻ എന്തിനാ ദേഷ്യം കാണിക്കുന്നത്, തീരുമാനം എടുത്തത് നന്ദു അല്ലേ എന്നൊക്കെ പറയാണ് കേട്ടോ.
പിന്നീട് നൈനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നന്ദുവിനെ അറിയാം ഞങ്ങളുടെ 2 പേരുടെ ഇവിടുത്തെ ജീവിതം, അതുകൊണ്ട് അതിൽ മൂന്നാമതൊരാളാവാൻ അവൾ ആഗ്രഹിക്കില്ല. അനിയാണ് അത് മനസ്സിലാക്കാതെ പോയത് എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ അതൊക്കെ മറന്നിട്ട് അനി ഇങ്ങനെ കല്യാണത്തിന് വേണ്ടി തയ്യാറെടുക്കുക, ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം വിളിക്കാനുള്ളവരെയൊക്കെ വിളിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് നൈന പോകാനായിട്ട് അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഏട്ടത്തിന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ ഈ കാര്യമൊന്നും അറിയരുത് എന്ന്. അപ്പോൾ ആദർശേട്ടൻ മാത്രം അറിയാതിരുന്നാൽ മതിയോ, ബാക്കിയുള്ള എല്ലാവരോടും പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇത് ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല, നമ്മൾ അറിഞ്ഞത് ഇങ്ങനെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഇത് മറ്റുള്ളവർ അറിയാൻ പറ്റുന്ന കാര്യമില്ലല്ലോ, അറിഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെയും എൻ്റെ അമ്മേനെയും ഒക്കെ തന്നെയായിരിക്കും എല്ലാവരും കുറ്റപ്പെടുത്താൻ പോകുന്നത്, അതുകൊണ്ട് ആരും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പം എനിക്കാണെങ്കിലും നല്ല സങ്കടമൊക്കെ ഉണ്ട് മുഖത്ത്. പിന്നീട് ആദർശാണെങ്കിലും നയന തലയിൽ ചൂടിയിരുന്ന മുല്ലപ്പൂ ബെഡിൽ നിന്ന് എടുത്തിട്ട് അതങ്ങനെ മണപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് നയന ചായയും കൊണ്ടുവരുന്നത്. അപ്പോൾ നയന വന്നിട്ട് ഇങ്ങനെ ആൾ ഉണ്ടെന്ന് അറിയാനായിട്ട് ഇങ്ങനെ ചുമയ്ക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ മുല്ലപ്പൂ വലിച്ചെറിയാണ് കേട്ടോ. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതൊക്കെ എന്തിനാ ഇവിടെ ഇട്ടിട്ട് പോയതെന്ന്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇത് മണപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്ന് പറയും. ഞാനത് എടുത്ത് വലിച്ചെറിയാൻ തുടങ്ങായിരുന്നു എന്ന് ആദർശ് പറയും കേട്ടോ. എന്നിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഈ ചായ കുടിച്ചിട്ട് എടുത്ത് വലിച്ചെറിഞ്ഞോ എന്ന് പറയും കേട്ടോ. ഈ മുറിയിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇതൊന്നും ആരോടും പുറത്തു പറയാനൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ മുത്തശ്ശന് ചായ കൊടുത്തോ എന്ന് ചോദിക്കട്ടോ. ആ കൊടുത്തല്ലോ എന്ന് പറയും. എന്നിട്ട് അവരോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവരോട് പറഞ്ഞല്ലോ എന്ന് പറയും. എന്താ പറഞ്ഞേ ചോദിക്കൂട്ടോ. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ ഈ ബെഡ്റൂമിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് പറയട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മറ്റുള്ളവരോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ചോദ്യമാണ്. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്, ലോകത്ത് ഒരു പെൺകുട്ടികളും ഇങ്ങനെ സ്വന്തം ബെഡ്റൂമിൽ നടക്കുന്ന കാര്യം എത്ര അടുത്തവരാണെങ്കിൽ പോലും പറയില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഒന്നും പറഞ്ഞില്ല അല്ലേ എന്നിങ്ങനെ ആദർശ് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശിനാണെങ്കിലും ഒരു സമാധാനം ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ പരാക്രമം കൂടിയാൽ ചിലപ്പോൾ എനിക്ക് പറയേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ നൈനയും പറയുകയാണ് കേട്ടോ. അതിന് ഞാനൊന്നും കാണിച്ചിട്ടില്ലല്ലോ, ഞാൻ ഇതുവരെ ഒരു പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറി സംസാരിക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയൂ കേട്ടോ. പിന്നീട് നൈന ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ആരെയും പ്രേമിക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും കിരണൊക്കെ പഠിച്ച് MBA കഴിഞ്ഞപ്പോൾ തന്നെ ബിസിനസ്സിലേക്ക് തിരിയായിരുന്നു. പിന്നീട് കല്യാണി അവൻ്റെ കമ്പനിയിലേക്ക് വന്നപ്പോൾ കല്യാണിനെ അവൻ പ്രേമിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതുപോലെ തന്നെ സ്വന്തം കമ്പനിയിൽ ഒരുപാട് പെൺകുട്ടികൾ വരികയായിരുന്നല്ലോ, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ, എന്നിട്ട് എന്താ അതിനൊന്നും സമയം കിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഒരാളെ പ്രേമിക്കുന്നതെന്ന് ഇങ്ങനെ പെട്ടെന്ന് ആദർശ് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് ആരെയെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത്, ഞാൻ ചോദിക്കുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഏയ് അങ്ങനെയൊന്നും ആരെയും ഇല്ല എന്നിങ്ങനെ പറയൂ കേട്ടോ. പിന്നീട് നയനിനോട് ആദർശ് ചോദിക്കുകയാണ്, നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടായിരുന്നോ എന്ന്. അപ്പോൾ നയനിയാണെങ്കിലും ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു ഒരുപാട് പേരെന്ന്. അപ്പോൾ നയനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആദർശ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.